എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വന്നെത്തുന്ന ഒരു സ്ഥലമാണ് വയനാട് ജില്ലയിലെ എടയ്ക്കൽ ഗുഹകൾ. അറിഞ്ഞും അറിയാതെയും ദിവസം പ്രതി പതിനായിരങ്ങൾ എത്തുന്ന എടയ്ക്കൽ ഗുഹയുടെ ചരിത്രമാണ് ഇന്നിവിടെ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. വയനാട് മാനന്തവാടി നെന്മേനി വില്ലേജിലെ അമ്പുകുത്തി മലയുടെ പടിഞ്ഞാറെ ചെരുവിലുള്ള 2 ഗുഹകളാണ് എടയ്ക്കൽ ഗുഹകൾ എന്ന് അറിയപ്പെടുന്നത്. രണ്ട് ഗുഹകൾ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു 2 നില വീടിന് സമാനം എന്ന മട്ടാണ്. താഴത്തെ നിലയിൽ ഒരു ഗുഹ എന്ന് പറയാം, അതുപോലെ തന്നെ അതിൻ്റെ മുകളിലത്തെ നിലയിലായിട്ട് മറ്റൊരു ഗുഹയും പറയാം. ഈ മുകളിലത്തെ നിലയിലുള്ള ഗുഹയുടെ ഒരു രീതി നമുക്ക് കാണാവുന്നതാണ്. 2 കല്ലുകൾക്കിടയിലേക്ക് മൂന്നാമതൊരു കല്ല് ഏതോ ഒരു കാലത്ത് വീണതുപോലെയാണ് ഇത് വന്ന് കിടക്കുക. അതുകൊണ്ടാണ് ഇടയ്ക്കുള്ള കൽ, എടക്കൽ എന്നുള്ള പേരിൽ, എടയ്ക്കൽ ഗുഹകൾ എന്ന പേരിൽ ഇത് അറിയപ്പെടുക. ശരിക്കും ഇത് ആളുകളുടെ കൺവട്ടത്ത് വരാതിരുന്ന ഒരു സംഭവമാണ്. 1894 മലബാർ പോലീസ് സൂപ്രണ്ടായിരുന്ന ഫ്രെഡ് ഫോസറ്റ് അദ്ദേഹം അവിചാരിതമായിട്ട് നായാട്ടിന് വന്നപ്പോൾ കണ്ടെത്തിയ ഗുഹയാണ് പിന്നീട് ലോകപ്രസിദ്ധമായി മാറിയത്. ഇന്ന് നമുക്ക് കാണാം, ഓരോ ദിവസവും ഒരു വലിയ മാളിൽ വരുന്നതിനേക്കാൾ വലിയ ആളുകൾ വരുന്നുണ്ട്. പാർക്കിങ്ങിൽ നിന്നും 1.5 കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കാനുണ്ട്. ഇപ്പോൾ വഴിയൊക്കെ നന്നാക്കി ഭംഗിയാക്കി വെച്ചിരിക്കുന്നു. അതിനുശേഷം ഏതാണ്ട് 300 സ്റ്റെപ്പോളം പ്രത്യേകമായി തയ്യാർ ചെയ്തിരിക്കുന്ന 300 സ്റ്റെപ്പുകളോളം കയറിയാൽ മാത്രമേ ഈ ഗുഹയ്ക്കുള്ളിൽ കയറാൻ പറ്റുകയുള്ളൂ. മുൻകാലങ്ങളിൽ ഇവിടെ വന്നപ്പോഴൊക്കെ ഇത്രയും എളുപ്പത്തിൽ കയറാൻ പറ്റില്ലായിരുന്നു. നമുക്കിപ്പോഴും ഈ പുതുതായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഈ സ്റ്റെപ്പുകൾ നോക്കുമ്പോൾ കാണാം, അതിൻ്റെ താഴെ വളരെ ബുദ്ധിമുട്ടിയാണ് മുൻകാലങ്ങളിൽ കയറിയിരുന്നത്. ടൂറിസം വകുപ്പിന് പ്രത്യേകം നന്ദി പറയാം, ആളുകൾക്ക് ഇത്രയും എളുപ്പത്തിൽ ഇതിനെ കാണാൻ സാധിക്കുന്നതിൽ. 1901 ഇന്ത്യൻ ആൻറ്റിക്വറി ജേണലിൽ ചിത്രങ്ങൾ സഹിതം ഈ എടയ്ക്കൽ കേവുകളെക്കുറിച്ച് വന്നതാണ് ഇത് ലോകശ്രദ്ധ ആകർഷിക്കാൻ കാരണം. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേവലം ഒരു ഗുഹ മാത്രമല്ല, മറിച്ച് നിരവധി ഗുഹാചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ പെയിൻറ്റിംഗ് അല്ല, മറിച്ച് ഗുഹയിൽ പ്രത്യേകമായി തയ്യാർ ചെയ്ത കല്ലുളികൾ ഉപയോഗിച്ച് വളരെ കാര്യമായി കോറിയെടുത്ത് വരച്ച ചിത്രങ്ങളാണ് എടയ്ക്കൽ ഗുഹയുടെ പ്രത്യേകതകൾ. ഗുഹയുടെ വടക്ക് കിഴക്കേ ചുവരിൽ നമുക്ക് വ്യക്തമായി 4 വലിയ മനുഷ്യരൂപങ്ങളെ കാണാം. പ്രത്യേകമായ ശിരോ അലങ്കാരങ്ങളും തൂവലിന് സമാനമായ ആഭരണങ്ങളും അണിഞ്ഞ് നിൽക്കുന്ന മനുഷ്യരൂപങ്ങൾ കൈ ഉയർത്തിയാണ് നിൽക്കുന്നതെന്നും നമുക്ക് കാണാം. ഇവർ നിൽക്കുന്നതിനിടയിലായിട്ട്
പലതരം വൃത്തങ്ങൾ, ദീർഘചതുരങ്ങൾ ഒക്കെ നമുക്ക് കാണാം. തെക്കു പടിഞ്ഞാറേ ഭിത്തിയിൽ ഉള്ള ചിത്രങ്ങൾ അത്ര വ്യക്തതയുള്ളവയല്ല. അതുപോലെ ഇതിൻ്റെ അകത്തെ ഒരു വിചിത്രമായ വീക്ഷണകോണുള്ള ഒരു ചക്രവണ്ടിയെക്കുറിച്ച് എല്ലാവരും സംസാരിക്കാറുണ്ട്. 2 ചുവരുകളിലായിട്ട് 4 വണ്ടികളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ചുവട് 4 അടിയോളം മാറ്റിയ ശേഷമാണ് ഫ്രെഡ് ഫോസറ്റ് ഈ ചിത്രങ്ങൾ മുഴുവനായിട്ട് എടുത്തത്. ഇനി കിഴക്കേ ചുവരിൽ തെക്ക് ഭാഗത്തായിട്ട് നമുക്കൊരു സ്ത്രീരൂപവും പുരുഷരൂപവും കാണാവുന്നതാണ്. സൂര്യാരാധനയുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ മറ്റ് ചില അനുഷ്ഠാനങ്ങളുടെ ഒരു ചിത്രീകരണവുമൊക്കെ ആയിട്ട് നിരവധി പഠിതാക്കൾ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ ഒരു ഗൂഢമായ അർത്ഥം ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല എന്ന് നമുക്കറിയാം. കിരീടമണിഞ്ഞ് കൈകളുയർത്തി മാന്ത്രികാനുഷ്ഠാനത്തിൽ മുഴുകി നിൽക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും സൂര്യപ്രതീകങ്ങളും മൃഗരൂപങ്ങളും മാന്ത്രിക ചിഹ്നങ്ങളുമൊക്കെയായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ മിനുസപ്പെടുത്തിയ കല്ലുളികൾ കൊണ്ടാണ് ഇത് കോറി വരച്ച് നാളുകൾ കൊണ്ട് എടുത്ത ചിത്രങ്ങളാണ് എടക്കൽ ഗുഹയിലെ ചിത്രങ്ങൾ. നർത്തകരെ നമുക്ക് കാണാം. ഇതിലതുപോലെ സ്വസ്തിക ചിഹ്നം നമുക്ക് കാണാം. സ്വസ്തിക ചിഹ്നമൊക്കെ കാണുന്നത് പണ്ട് ഇത് ജൈന ഗുഹയായി മാറിയിരുന്നു, ജൈനന്മാരുടെ ആരാധന കേന്ദ്രമായി പിന്നീട് മാറിയിരുന്നു എന്നുള്ളതിനെ സാധൂകരിക്കുന്നതാണ്. ഗുഹാചിത്രങ്ങൾക്ക് ശേഷം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഗുഹയിൽ പ്രധാനമായിട്ടും എഴുത്തുകൾ വരുന്നത്. അത് തമിഴ് ബ്രാഹ്മിയിലുള്ള ലിപികളാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇതിന് തമിഴി എന്നൊരു പേര് കൂടി നമ്മളിവിടെ പറയാറുണ്ട്. 1896 മദ്രാശിയിലെ എപ്പിഗ്രാഫി വകുപ്പിൻ്റെ തലവനായിരുന്ന ഡോക്ടർ ഹുൾഷ് അദ്ദേഹം പൽപുലിതാനന്ദകരി എന്ന് വായിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് പിന്നീട് അതിന് ശരിയായിട്ടുള്ള രൂപം വായിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: പല പുലിതാനന്ദകാരി. അതിൻ്റെ അർത്ഥം പല പുലികളെ കൊന്നൊടുക്കിയവൻ. ഗോത്ര സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ പുലികൾ പോലെയുള്ള മൃഗങ്ങളെ കൊന്നൊടുക്കുന്നവൻ ആണ് കൂടുതൽ ശക്തൻ എന്നൊക്കെയുള്ള ഒരു സങ്കല്പമുണ്ട്. ഇതിൻ്റെ ആദ്യ ഭാഗം വേഡ്കോ പണാകജം നന്നു ചത്തി എന്ന് വായിക്കാമെന്ന് കേസരി ബാലകൃഷ്ണപിള്ള കണ്ടുപിടിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ നിരവധി പ്രമുഖർ വന്നുപോയ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ അർത്ഥം പല പുലികളെ കൊന്ന നാഗവംശജനായ നന്നുശക്തി എന്നാണെന്നാണ് അനുമാനിക്കുന്നത്. മനുഷ്യരുടെ പഴയകാല ജീവിതമാണ് ചരിത്രത്തിലൂടെ വെളിവാകുന്നത്. ചരിത്ര പഠിതാക്കൾ ഇതിനെ പലതായി വിഭജിക്കാറുണ്ട്. അതിലൊന്നാണ് പ്രീ ഹിസ്റ്ററി, ചരിത്രം എഴുതുന്നതിന് മുമ്പുള്ള കാലഘട്ടം അല്ലെങ്കിൽ ചരിത്രാതീത കാലഘട്ടം. ഈ കാലഘട്ടത്തിന് 3 ആയിട്ട് വിഭജിക്കാറുണ്ട്. അത് ഓൾഡ് സ്റ്റോൺ ഏജ്, ലേറ്റ് സ്റ്റോൺ ഏജ്, ന്യൂ സ്റ്റോൺ ഏജ്. അല്ലെങ്കിൽ ഓൾഡ് സ്റ്റോൺ ഏജിനെ പാലിയോലിത്തിക് പീരീഡ് എന്ന് പറയാറുണ്ട്. BC 5 ലക്ഷം വർഷം
മുതൽ 10,000 വർഷം വരെയാണ് ഇതിൻ്റെ കാലയളവ്. മെസോലിത്തിക് പീരീഡ് എന്നറിയപ്പെടുന്ന ലേറ്റ് സ്റ്റോൺ ഏജ് 10,000 വർഷം മുതൽ 6,000 വർഷം വരെയുള്ള BC കാലഘട്ടമാണ്. ഇനി അതിലേറ്റവും പുതിയതാണ് 6,000 BC മുതൽ 1000 BC വരെയുള്ള നിയോലിത്തിക് പീരീഡ് അല്ലെങ്കിൽ ന്യൂ സ്റ്റോൺ ഏജ്. ഇതിന് ശേഷം കോപ്പർ സ്റ്റോൺ ഏജ് ആണ് വരിക. അത് നമുക്കറിയാം ചാൽക്കോലിത്തിക് പീരീഡ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. ഈ കാലഘട്ടത്തിൽ മനുഷ്യർ ഫുഡ് പ്രോസസ്സിങ് തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ കൃഷി തുടങ്ങിയിട്ടുണ്ട്, മൃഗങ്ങളെ വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. BC 6,000 വർഷം പഴക്കമുള്ള ഗുഹാചിത്രങ്ങൾ അടങ്ങിയ പ്രദേശമാണ് നമ്മൾ ഈ കാണുന്ന എടയ്ക്കൽ ഗുഹകൾ. ഇത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാചീനമായ ഒരു സൈറ്റ് കൂടിയാണ്. ഇതിന് സമാനമായി പറയുന്നത് കൊല്ലം സെന്തുരുണിയിലെ കേവ് പെയിൻറ്റിങ്സ് മാത്രമാണ് പറയുക. ചുരുക്കത്തിൽ 1894 ഫോസറ്റ് തെളിച്ച ഈ വഴി അതൊരു വലിയ വെളിച്ചമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ തെളിഞ്ഞ് വരുന്നത്. സമീപമലയായ തൊവരിമലയുടെ കുപ്പമുടി മലയിലൂടെ ആദിവാസികളായ മുള്ളുകുറുമരുടെയും പണിയരുടെയും സഹായത്തോടെ കാടുവെട്ടി വഴിയുണ്ടാക്കിയാണ് ഈ എടയ്ക്കൽ ഗുഹയിൽ ഫോസറ്റ് ഗവേഷണം കൂടുതലായിട്ട് നടക്കുന്നത്. നമ്മൾ ആദ്യം കണ്ടതുപോലെ 5 അടിയോളം വീതിയുള്ള ഒരു ചെറിയ വിള്ളലാണ് ഗുഹയിലേക്കുള്ള പ്രവേശന കവാടം. അതുപോലെ ഇപ്പോൾ തന്നെ വളരെ ദുർഘടമായി കയറാൻ സാധിക്കുന്ന ഈ ഗുഹ ഈ 1894-96 കാലഘട്ടത്തിൽ ഫോസറ്റ് നിരവധി തവണ സന്ദർശിക്കുകയും ഈ കൊത്തുചിത്രങ്ങളുടെയും ലിപികളുടെയും ഒക്കെ ഫോട്ടോകൾ എടുക്കുകയും 4 അടിയോളം ആഴത്തിൽ 1895 കുഴിച്ചു നോക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പഴയകാലത്തെ അല്ലെങ്കിൽ ആധുനിക ശിലായുഗത്തെ കല്ലുളിയും കന്മഴുവും ഒക്കെ അതിനുള്ളിൽ നിന്ന് കണ്ടുകെട്ടിയതായും നമുക്ക് കാണാൻ സാധിക്കാം. എടയ്ക്കൽ ഗുഹയുടെ കൂടുതൽ അറിവുകൾ വരും കാലങ്ങളിൽ തെളിഞ്ഞു വരും എന്ന് നമുക്ക് വിചാരിക്കാം. എടയ്ക്കൽ ഗുഹയുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ മാത്രമാണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. സ്വന്തമായി വാഹനമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ മാപ്പ് നൽകിയിട്ടുണ്ട്. ഇനി അതല്ല ബസ്സിനാണ് വരുന്നതെങ്കിൽ അവിടെ നിന്നും ഏതാണ്ട് 23 രൂപയുടെ പോയിൻ്റാണ് ഈ പറയുന്ന എടയ്ക്കൽ ഗുഹയിലേക്കുള്ളത്. എടയ്ക്കൽ ഗുഹ പോകുന്ന ഒരു ജംഗ്ഷനിലാണ് ബസ് നിർത്തുക. അവിടെ നിന്ന് ഓട്ടോറിക്ഷയ്ക്ക് 80 രൂപയോളമാണ് ചാർജ് ചെയ്യുക. അവിടെ നിന്ന് വന്നാൽ എടയ്ക്കൽ ഗുഹയുടെ പ്രവേശന കവാടത്തിൽ വരും. അവിടെ 50 രൂപയുടെ ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് ഏതാണ്ട് 3/4 മണിക്കൂർ കൊണ്ട് എടയ്ക്കൽ ഗുഹയുടെ ഉള്ളിൽ എത്താൻ സാധിക്കും. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.